പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കൃപാഭിഷേക ദിനത്തിലെ ഒന്ന് കൃപ എന്താണെന്നറിയണം, പിന്നെ കൃപ എന്തിനാണെന്ന്. ഇത്രയും നേരം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് അനുഗ്രഹത്തെക്കുറിച്ചാണ്, ബ്ലെസ്സിങ്, ഭൗതിക ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഭൗതിക ആനുകൂല്യങ്ങൾ നമ്മളെ അത് വേണ്ടെന്നല്ല, അതിന് നമ്മൾ അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് ലൈഫ് ഇൻവെസ്റ്റ് ചെയ്യരുതെന്ന് ഈശോ പറഞ്ഞു. അതാണ് പ്രശ്നം. കാര്യം എന്താണ്? ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണ്, നിൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അറിയുന്നു. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെക്കുറിച്ച് അന്വേഷിക്കുക. അപ്പോൾ 6:33 വചനമില്ലേ മത്തായിയുടെ സുവിശേഷം? മത്തായി ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അറിയുന്നു. അതായത് എന്ത് ഭക്ഷിക്കും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളാണല്ലോ പാർപ്പിടം, വസ്ത്രം, ഭക്ഷണം, അല്ലേ? എന്നിട്ട് ഈശോ എന്താ അതിനെക്കുറിച്ച് പറയണത്? ഇതിനെക്കുറിച്ചാണ് നിങ്ങൾ ലൈഫ് ടൈം മുഴുവനും വേവലാതി കൊള്ളണത്. എന്നിട്ട് അത് സുരക്ഷിതമാക്കാൻ വേണ്ടി അതിൻ്റെ അപ്പുറത്തും നിങ്ങൾ നേടിയതിന് ശേഷം പിന്നീട് നിങ്ങളെ ബെയർ ഹാൻഡായിട്ട് തിരിച്ചു പോകുമ്പോഴാണ് ലൈഫ് നഷ്ടത്തിൽ വരുന്നത്. അതിന് ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ ആദ്യം കൃപയെക്കുറിച്ച് അന്വേഷിക്കുക. ഇപ്പം മത്തായി 6:33 ആദ്യം ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം, ഭൗതിക ആനുകൂല്യങ്ങൾ, അനുഗ്രഹങ്ങൾ, അതിൻ്റെ നിങ്ങളുടെ എല്ലാം വരുന്നു. നിങ്ങളുടെ വിദ്യാഭ്യാസം വരുന്നുണ്ട്, IELTS വരുന്നുണ്ട്, MOH വരുന്നുണ്ട്, ഹാദ് വരുന്നുണ്ട്, എവറിത്തിങ്. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അറിയുന്നു. ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലല്ലോ, ഇല്ലേ? ആവശ്യമില്ലെന്ന് പറഞ്ഞില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. ദൈവം അതുകൊണ്ടാണല്ലോ ഈശോ അപ്പം വർദ്ധിപ്പിച്ചത്, ആവശ്യമായത് കൊണ്ടല്ലേ? അതുകൊണ്ടാണല്ലോ ഈശോ വെള്ളം വീഞ്ഞാക്കിയത്, ആവശ്യമായത് കൊണ്ടല്ലേ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്നും നിങ്ങൾ സമാധാനത്തിൽ ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ ആദ്യം എന്ത് ചെയ്യണം? വെള്ളം വള്ളത്തിൽ കിടക്കരുത്, വള്ളം വെള്ളത്തിൽ കിടക്കണം. അതാണ് പ്രശ്നം. നമ്മുടെ ഒരു ലൈഫിൽ വരുന്ന എന്താ പ്രശ്നം? വെള്ളം ഇല്ലാതെ വള്ളം ഓടത്തില്ല. ആഹാരമില്ലാതെ, വീടില്ലാതെ, ജോലിയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് കറക്റ്റ്. എൻ്റെ അത് യാതൊരു കൺഫ്യൂഷൻസ് ഒന്നുമില്ല. എൻ്റെ അകത്ത് വെള്ളം വേണം, വള്ളം ഓടണമെങ്കിൽ വെള്ളം വേണം. പക്ഷെ പ്രോബ്ലം അതല്ല, വെള്ളം വള്ളത്തിൽ കിടക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? വള്ളം മുങ്ങിപ്പോകും. വള്ളം മുക്കരുതെന്നായി പറയണത്. മത്തായി ശ്ലീഹ പറഞ്ഞത് എന്താ? വള്ളം മുക്കി ആദി കൊണ്ടും ആക്രാന്തം കൊണ്ടും വള്ളം മുക്കിയേക്കല്ലേ എന്നാണ് പറയണത്. ആദി കൊണ്ടും ആക്രാന്തം കൊണ്ടും വള്ളം മുക്കരുത്, അതാണ് പറയണത്. 6:33 ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക. അനുഗ്രഹം, ഭൗതിക ആനുകൂല്യങ്ങൾ, ഫിസിക്കൽ ഫേവേഴ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എനിക്കറിയാം. അടങ്ങ്, അതിൻ്റെ സമയത്ത്, തക്ക സമയത്ത് ഞാൻ നിനക്ക് തരും. തക്ക സമയം ദൈവം ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ദൈവത്തിൻ്റെ മനസ്സിലുള്ള കാലം. ഇപ്പോൾ ഉടമ്പടി വന്നപ്പോൾ തക്ക സമയം തീരുമാനിക്കുന്നത് അമ്മയാണ്. ബൈബിളിൽ മുഴുവനും ആദ്യം മുതൽ അവസാനം വരെ ദൈവം പറയുന്ന വചനമാണ് തക്ക സമയത്ത് ഞാൻ നിന്നെ സന്ദർശിക്കുമെന്നാണ്. അത് എബ്രഹാത്തിനോട് പറയുമ്പോഴും പറയും, അടുത്ത വസന്തത്തിൽ ഞാൻ നിന്നെ സന്ദർശിക്കും, അപ്പം നിനക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് പറയും. അതിന് എലീഷ ശൂന്യക്കാരോട് പറയണത്, അടുത്ത വസന്തത്തിൽ ഞാൻ നിന്നെ സന്ദർശിക്കും, അപ്പം നിനക്കൊരു കുഞ്ഞുണ്ടാകും. അതാണ് ദൈവത്തിൻ്റെ തക്ക സമയം. ദൈവം എപ്പോഴും സമയമിട്ടേ സംസാരിക്കത്തുള്ളൂ. ഇപ്പോഴ് കർത്താവ് അമ്മയുടെ കാലം വന്നപ്പോൾ അച്ഛൻ ആദ്യം പറഞ്ഞതുപോലെ തക്ക സമയം അമ്മക്ക് നിശ്ചയിക്കാൻ കൊടുത്തു. വസന്തവും മാറി, വേനലും മാറി, ദൈവം പറഞ്ഞ കാലങ്ങളെല്ലാം മാറിയിട്ട് പറഞ്ഞ് ഇനി വസന്തവും വേനലും മഴക്കാലവും എൻ്റെ അനുഗ്രഹത്തിൻ്റെ കാലവും തക്ക സമയം അമ്മ തീരുമാനിക്കും. അതുകൊണ്ടാണ് കാനായിലെ കല്യാണത്തിൽ തക്ക സമയം അമ്മ തീരുമാനിച്ചത്. ആരുടെ തക്ക സമയം? ഈശോയ്ക്ക് ഈ ഭൂമിയിൽ ദൈവത്തിന് മനുഷ്യൻ്റെ ഭൗതിക സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാനുള്ള സമയവും സ്ഥലവും തക്ക സമയവും അമ്മ തീരുമാനിക്കും. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ യേശുവേ ആരാധന, ഹല്ലേലൂയ. എന്നുടെ അമ്മ
എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. Praise the Lord. Praise the Lord. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഇനി നീ ആവശ്യമില്ലാതെ കൺസിഡറബിൾ നമ്പർ ഓഫ്, അതായത് നീ ഇനി ആവശ്യമില്ലാതെ ഭൗതിക ആനുകൂല്യങ്ങളുടെ മേൽ നീ ആക്രാന്തം കൊള്ളുകയോ ഉത്കണ്ഠപ്പെടുകയോ ചെയ്യരുത്. ആദ്യം നീ കൃപയെക്കുറിച്ച് ചിന്തിക്കുക, അനുഗ്രഹം ചേർത്ത് നൽകുമെന്ന. നമ്മുടെ ആധ്യാത്മികത വരണത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കും, പിന്നെ കൃപ എന്തിനാ പിന്നീട് ചത്ത് ഉയർത്തി ചെല്ലുമ്പോഴുള്ള വിഷയമല്ലേ എന്ന് ചില ആൾക്കാർ ചിന്തിട്ട് എഴുതി തള്ളിക്കളേ. ഇപ്പോൾ ഇവിടെ വരാൻ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവൂ, ഞാൻ ഇവിടെ വരുമ്പോൾ ചേരകളൊക്കെ ഇണചേർന്ന ഒരു കാട്ട് പുല്ലും പിടിച്ച് കിടക്കുന്ന വൃത്തികെട്ടൊരു സ്ഥലമായിരുന്നു. ഞാൻ അന്നത്തെ കാലത്ത് എൻ്റെ ഈ ജപമാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നുമില്ലായിരുന്നു. ഞാൻ രൂപതാ വൈദികൻ ഇവിടെ വന്ന് ശുശ്രൂഷ നടത്താൻ എന്തുമാത്രം സഭ അംഗീകരിക്കുമെന്നതിനെക്കുറിച്ചും സാങ്കേതികമായ ഭയം എനിക്കുണ്ടായിരുന്നു. ഈ സാങ്കേതികമായ ഭയം നിലനിൽക്കുക മാത്രമല്ല, ഇവിടെ ബസ് സ്റ്റോപ്പ് പോലും ഇല്ല, ജനങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഈ കെട്ടിടം നിത്യാരാധനയാണ്. ഞാനൊരു സഹോദരനെ ചെന്ന് വീട്ടിൽ ചെന്ന് കണ്ടിട്ട് പറഞ്ഞ് എനിക്കൊരു ആരാധനാലയം വെച്ച് തരണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ അദ്ദേഹം വന്ന് വെച്ച് തന്നതാണ്. 2 വർത്താനം എന്നോട് പറഞ്ഞില്ല. അദ്ദേഹം ഇവിടെ വന്ന് നിന്ന് ചെയ്ത അന്ന് 6 ലക്ഷം രൂപ ചിലവായുള്ളൂ തീർന്നപ്പോഴേ. പക്ഷേ ഇത് പണിതപ്പോൾ എനിക്ക് ആദ്യമായി. ഞാനന്ന് വാടകപ്പള്ളി 2003 താമസം. ദൈവമേ, ആരാധനാലയം ഞാൻ ചുമ്മാ പറഞ്ഞപ്പോൾ തന്നെ വന്ന് നിന്ന് ചെയ്ത് തരികയാണ്. ഞാനൊന്നും അറിയേണ്ട കാര്യം പോലുമില്ല. നിത്യാരാധന പൊങ്ങി വരണകയാണ്. അപ്പോൾ ആൾക്കാർ വല്ലവരും വരുവാ ഇവിടെ. എനിക്ക് പേടിയായി. കാര്യം ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ 2-3 കൊല്ലത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും ഒരു ആരാധനാലയം നിത്യാരാധന പൊങ്ങി. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈശോ മാത്രമേ അവിടെ പാടുള്ളതെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈശോ അല്ലാതെ ഒരു പടം പോലും ഉണ്ടാകരുത്, ഒരു രൂപം പോലും ഉണ്ടാകരുത്. ഈശോ എലോൺ. ആര് വന്നാലും ഈശോയെക്കുറിച്ചല്ലാതെ വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു കെട്ടിടം അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നതാണ്. അപ്പം ഞാൻ ഈശോ പറഞ്ഞു, ഈശോ അങ്ങനെ ഒരു സംഭവം വേണം ഈശോ എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു, ഈശോക്ക് അങ്ങ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അതായത് ഞാനൊരു വീട്ടിൽ കയറി ചെന്നപ്പോൾ തന്നെ അയാൾ പിറ്റേ ആഴ്ച വന്ന് പണി തുടങ്ങി. എന്നിട്ട് ഇത് ഇഷ്ടിക വെച്ച് കെട്ടി പകുതിയായപ്പോഴാണ് എനിക്ക് പേടി വന്നത്. ഞാൻ ചോദിച്ചു, അമ്മ വരുമോ? പൊക്കി വന്നിരുന്നു. അവസാനം പിതാവ് തന്നെ വന്ന് അത് ബ്ലെസ് ചെയ്ത്. അതായത് ചില സാങ്കേതികമായ കുരുക്കളുണ്ടെങ്കിലും നമ്മൾ സത്യസന്ധരാണ്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയും ദൈവത്തിൻ്റെ ആൾക്കാരാണ്, ദൈവത്തിനോടൊപ്പം ജീവിക്കുന്ന ആൾക്കാരാണെന്ന് ദൈവത്തിൻ്റെ ഒരു വിശ്വാസം നമ്മളെക്കുറിച്ച് വേണം. ദൈവത്തിൻ്റെ വിശ്വാസം നമ്മൾക്ക് വിശ്വാസം ഉണ്ടാകണമല്ല. നമ്മൾക്ക് വിശ്വാസം ദൈവം അത്ര വലിയ കഥയായിട്ട് കരുതണില്ല. കാര്യം ദൈവം അപ്പോൾ പറയും, അത് പിശാചം വിശ്വസിക്കുന്നുണ്ടല്ല, പിന്നെ നിൻ്റെ വിശ്വാസത്തിന് എന്താ പ്രത്യേകത എന്ന് ചോദിക്കൂ. പിശാച് വിശ്വസിക്കണില്ലേ? പിശാച് ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നില്ലേ? അത് അവൻ ഭയന്ന് പിറക്കണമെന്നാണ് യാക്കോബ് പറയണത് 2:19. യാക്കോബിൻ്റെ ലേഖനം 2:19 പറയും, പിശാച് ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വിശ്വാസത്തിന് പിന്നെ എന്താ പ്രത്യേകത എന്ന് ചോദിക്കും. അപ്പം നമ്മൾക്കത് പറയാനുണ്ടാകണം. അതുകൊണ്ട് കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാൻ കഴിയുമ്പോൾ ഈശോ എന്നാ പറയണത്? എല്ലാവരും അവനിൽ വിശ്വസിച്ചു, അവനാവട്ടെ അവരിൽ വിശ്വസിച്ചില്ലെന്ന്. 2:24 വചനം ഉണ്ടല്ലോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2:24. കാനായിലെ വെള്ളം വീഞ്ഞാൻ കഴിഞ്ഞപ്പോൾ കണ്ടു നിന്നവരെ വീഞ്ഞു കുടിച്ച അണ്ണന്മാരെല്ലാവരും വിശ്വസിച്ചു ഇവൻ ദൈവപുത്രനാണെന്ന്. അവരിൽ വിശ്വസിച്ചില്ലെന്നാണ്. എന്താ വിശ്വസിക്കാതിരുന്നത്? മനുഷ്യരുള്ളത് എന്താണെന്ന് അവനെ അറിയാമായിരുന്നു. ഇപ്പം വീഞ്ഞു കുടിച്ച് നാളെ അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ അപ്പം തന്നെ മറുകണ്ഠം ചാടും. അതാണ് സംഭവം. അതുകൊണ്ട് അങ്ങനെയുള്ള വിശ്വാസികളെക്കുറിച്ച് പറയണത് പിശാചും വിശ്വസിക്കുന്നുണ്ടല്ലോ, പിന്നെ നിൻ്റെ വിശ്വാസത്തിന് എന്താ പ്രത്യേകത? അപ്പം നമ്മൾക്ക് പറയാൻ കഴിയണം, ഈശോയെ പിശാച് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം 2:19 അനുസരിച്ചിട്ട് എന്താ പറയണത്? ദൈവം ഏകനാണെന്ന് പിശാച് വിശ്വസിക്കുന്നു, യാക്കോബ് അല്ലേ? അപ്പം നമ്മുടെ ഈശോ ചോദിക്കും, കാനായിലെ കല്യാണത്തിൽ വെള്ളം വിഞ്ഞാക്കി കഴിഞ്ഞപ്പോൾ വിഞ്ഞി കുടിച്ച അണ്ണന്മാരെല്ലാം വിശ്വസിച്ചില്ലേ?
എന്നിട്ട് ഞാൻ അവരെ വിശ്വസിച്ചില്ലല്ലോ. അപ്പം നമ്മൾ ചോദിക്കണം, കർത്താവേ, നിൻ്റെ വിശ്വാസം ഞങ്ങൾ ആർജിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ കർത്താവ് പറയും, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ശരിയാണ്. കാര്യം പിശാച് ഈ ചോദ്യം എന്നോട് ചോദിക്കത്തില്ല. നിങ്ങളാണ് ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ഈശോ പറഞ്ഞു തരും. എന്താ കാര്യം? എന്ത് ചെയ്യണമെന്ന് ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് ചെയ്യാൻ തയ്യാറല്ല, നമ്മൾ പക്ഷേ ചെയ്യാൻ തയ്യാറാണ്. ആ വിശ്വാസം എന്ന് പറയുന്നത് പ്രവൃത്തി മൂലമാണ് നീതീകരിക്കപ്പെടുന്നത്. കൈ അടിച്ചു കർത്താൻ എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ.